ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്ദിനി പാടത്താണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം അവളെ വിളിച്ചുകൊണ്ടിരിക്കണേ, പക്ഷേ അവൾ വരാൻ കൂട്ടാക്കണില്ല. അവളെ സാധാരണ നമ്മൾ പാടത്തെ കഴിച്ച് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ആൾ പുല്ലൊക്കെ തിന്നിട്ട് കയറി വരികയാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ ആൾ മഴ വന്നപ്പോഴത്തേക്കും പാടത്തായതുകൊണ്ട് എനിക്ക് അവിടെ പാടത്ത് അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് പോയി എടുക്കാനും പറ്റില്ല. ഞാനിവിടെ നിന്ന് നല്ല വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അവൾ അതൊന്നും കേൾക്കാത്ത മട്ടിൽ അവിടെ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തംബ്നെയിലിൽ സൂചിപ്പിച്ച പോലെ വീട്ടിലുണ്ടായ മത്തങ്ങ കൊണ്ടിട്ട് രണ്ട് വിധത്തിൽ ഉപ്പേരി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുറ്റം അടിക്കുന്ന സമയത്താണ് ഞാൻ ഈ മത്തങ്ങ കായ്ച്ച് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. ശരിക്ക് പണ്ടെപ്പോഴോ സാമ്പാർ കഷ്ണം എന്തോ വാങ്ങിയപ്പോഴത്തേക്കും തെങ്ങിൻ്റെ കടക്കൽ ആ വേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായി. എങ്ങനെയോ മുളച്ച് അവിടെയൊക്കെ പടർന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പടർന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഇട്ട ഒരു മത്തട വള്ളിയായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ വിറക് വരയുടെ സൈഡിലൊരു ഞാവലിൻ്റെ മരം മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിയ കമ്പുമേലാണ് കേട്ടോ ഞാനിങ്ങനെ മത്തങ്ങ ഉണ്ടായത് കണ്ടത്. ശരിക്കും ആ ഭാഗത്ത് തന്നെ ഒരു 8 മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വള്ളി നമ്മുടെ തൊഴുത്തിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടെ ഒരെണ്ണം ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത്. ഈ ഭാഗത്തൊരു 6 ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലെ കൊമ്പിൽ 2 ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ എടുക്കുമ്പോഴത്തേക്കും ശരിക്ക് കാണുന്നില്ല. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കി, പക്ഷെ അത് ക്ലിയറായി കിട്ടണില്ല. അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എത്തി വലിഞ്ഞൊക്കെ നോക്കിയതാണ്. പക്ഷെ ആ കത്തി നേരെ വന്ന് എൻ്റെ മുഖത്തേക്ക് വീണ കാഴ്ചയാണ്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അപ്പം ഞാനൊരു സ്റ്റൂളെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇത് നല്ല മൂപ്പായിട്ടില്ല, പക്ഷേ ഈ ഇളം പ്രായത്തിൽ തന്നെ അത് ഉപ്പേരി വെച്ചാലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മത്തങ്ങ ചെമ്മീനിട്ട് ഉപ്പേരി വെക്കാനും, പിന്നെ സാധാരണ ഇവിടെ നമ്മൾ മെഴുക്ക് പുരട്ടി പോലെ എടുക്കുന്നത് കേട്ടോ. ചെമ്മീനിട്ട് ഇങ്ങനെ വെക്കുന്നത് ഇവിടെ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമാണ്. സാധാരണ നമ്മൾ തൃശ്ശൂർക്കാർ ഈ പച്ചക്കറിയിലൊന്നും അങ്ങനെ ചെമ്മീനിട്ട് വെക്കാറില്ല. ഞങ്ങൾ എറണാകുളത്ത് ആണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ആകെ ചെമ്മീനിട്ട് വെക്കണതിൽ ഏറ്റവും ഇഷ്ടം ഈ മത്തങ്ങ ചെമ്മീനിട്ട് വെക്കണതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മത്തങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തോല് കളയാറില്ല. അപ്പോൾ മത്തങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മൾ ചെമ്മീൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു ചെറിയ പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ചെമ്മീൻ വേവിക്കാൻ വെച്ചപ്പോഴത്തേക്കും ഞാൻ പതിയെ ഒന്ന് ഉടച്ചിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അപ്പുറം നമ്മളുടെ ചൂട കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കഴുകി വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങയൊക്കെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. എനിക്ക് ഏകദേശം ഒരു 12 മിനിറ്റോളം എടുത്തിട്ടോ. അതിനിടയിൽ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരവ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരു 1.5 മുറി നാളികേരം, പിന്നെ ഒരു കുറച്ച് കൊച്ചുള്ളി, ഒരു 10 നമ്മളുടെ വെള്ളക്കാന്താരി, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾ 2 ഉപ്പേരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് 2ലേക്ക് ഞാൻ ഈ ഒരൊറ്റ അരവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം നമ്മൾ ചതച്ച് ഇതുപോലെ എടുക്കും, എന്നിട്ട് കുറച്ച് മാറ്റി വെച്ചു. ബാക്കി നമ്മൾ കുറച്ചും കൂടി മയത്തിൽ നല്ല വെണ്ണ പോലെയല്ല, ഇതിലും കുറച്ചും കൂടെ ഇതിൽ മയത്തിൽ അരച്ചെടുത്തതാണ് കേട്ടോ. ഇതാണ് നമുക്ക് ചെമ്മീനിലേക്ക് വേണ്ട അരവ്. അങ്ങനെ ഒരു 10-12 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മത്തങ്ങ ഈ പാകത്തിലാണ് കേട്ടോ കിട്ടിയിരുന്നത്. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് കഴുകിയിട്ട് അതിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ 1 മിനിറ്റ്
അടച്ചു വെച്ചിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ് നമ്മളത് തുറന്നിട്ട് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. വല്ലാണ്ട് ഡ്രൈ ആയി പോകണ്ട, ഒന്ന് കുഴഞ്ഞിരിക്കണ പരിവാണ് നല്ലത്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഉപ്പേരിയത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സാധാരണ ഫിഷ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പുറത്തെ കിച്ചണിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്തെ കിച്ചണിലേക്ക് പോവാം. മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച നാളികേരം, ചുവന്നുള്ളി, മത്തൻ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞത്. പിന്നെ അതിന് മുന്നേ നമുക്ക് ചെമ്മീനിട്ട് വെച്ച മത്തനിലേക്ക് കുറച്ച് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് കുറച്ച് വറ്റൽമുളകിട്ടു, കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളതിലേക്ക് കടുക് താളിച്ചൊഴിച്ചു. അങ്ങനെ നമ്മളുടെ മത്തങ്ങയും ചെമ്മീനും കൂടിയുള്ള ഉപ്പേരി റെഡിയായി. നമ്മൾ അടുത്ത ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. അങ്ങനെ എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടി അതിന് ശേഷം നമ്മൾ ആ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്തത്. സവാളയായാലും കുറച്ചും കൂടി രുചി വരിക ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മത്തങ്ങ ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തു. നമ്മൾ അരവിൽ മഞ്ഞൾ പൊടി ചേർത്തതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്താൽ മതിയാവും. അത് കഴിഞ്ഞൊന്ന് അടച്ചു വെച്ച് നമ്മൾ വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കണം. കാരണം മത്തങ്ങ അടിയിലോ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെന്ത് ഉടയാനുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചു. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് പിന്നീട് എടുത്തപ്പോഴത്തേക്കും മത്തങ്ങ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലും ഇനി ഉടയണ്ട. അപ്പോഴത്തേക്കും നമ്മളുടെ മാറ്റി വെച്ച അരവ് അതിൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നന്നായി എല്ലാം ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കണം. ശരിക്കും ഈ ഉപ്പേരി ആ ചുവന്നുള്ളിയുടെയും പിന്നെ നാടൻ മത്തങ്ങ ആയതുകൊണ്ട് ആ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഉച്ചക്കത്തെ ഊണ്. മീൻ വറുത്തതും 2 തരത്തിലുള്ള ഉപ്പേരി, മുട്ട വറുത്തതും, മീൻ കറിയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.